ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ C++ ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് ടാഗിനെ കുറിച്ചുള്ളതാണ് അല്ലേ. സ്ക്രിപ്റ്റ് ടാഗും അതിൻ്റെ അട്രിബ്യൂട്ട്സും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്? യെസ്, വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ് ഇൻ HTML പേജ്. HTML പേജിൽ സ്ക്രിപ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടാഗാണ് യൂസ് ചെയ്യുക? ഏത് ടാഗാണ് മക്കളെ യൂസ് ചെയ്യുക? യെസ്, അതിനാണ് നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് ഉള്ളത് അല്ലേ. സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു HTML കോഡിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് കൊടുക്കുക. ഓക്കെ, അടുത്തത് റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് നമ്മുടെ C++ലെ പോലെ ഒരുപാട് ഡാറ്റ ടൈപ്പുകളൊന്നും ഇവിടെ നമുക്ക് പഠിക്കാനില്ല. നമ്പർ ആണെങ്കിൽ അത് പോയിന്റ് ഉള്ളതായിക്കോട്ടെ പോയിന്റ് ഇല്ലാത്തതായിക്കോട്ടെ നമുക്കൊരു ഡാറ്റ ടൈപ്പേ ഉള്ളൂ, അതാണ് മക്കളെ നമ്പർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ പറയും അത് സ്ട്രിങ് ആണ്. ഇനി ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അങ്ങനെയുള്ള ബൂലിയൻ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ബൂലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ 3 ഡാറ്റ ടൈപ്പുകളാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലുള്ളത്. ഓക്കെ, അടുത്തത് നെയിം ദ കീവേഡ് യൂസ് ടു ഡിക്ലെയർ എ വാരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് var. VAR. ഓക്കെ, അടുത്തത് നെയിം എനി 4 കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് മുമ്പ് പഠിച്ച C++ൽ പഠിച്ച അതേ ഓപ്പറേറ്റേഴ്സിന് തന്നെയാണ് നമുക്ക് എവിടെയും പഠിക്കാനുള്ളത്. അഡീഷണലി ഒരൊറ്റ ആളെ മാത്രമേ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നുള്ളൂ. ഓക്കെ, അതിൽ ഒന്നാമത്തേത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ്, ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. റിലേഷണൽ ഓപ്പറേറ്റർ ഏതൊക്കെയാണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു അല്ലേ. ഇനി അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഈക്വൽ ടു അല്ലേ, ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. പിന്നെ ലോജിക്കൽ, ആൻഡ് ലോജിക്കൽ, ഓർ ലോജിക്കൽ, നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇനി പുതിയതായിട്ട് നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഒരൊറ്റ ആളെയാണ്, അതാണ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ, പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ. ഓക്കെ, ഈ 5 ഡാറ്റ ടൈപ്സ് ആണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ആൻഡ് ആട്രിബ്യൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ടാഗ്. ഈ ഒരു ചാപ്റ്റർ പഠിച്ച ഒരാൾക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാതിരിക്കില്ല. സ്ക്രിപ്റ്റ് ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ ലാംഗ്വേജ് ആണ് അല്ലേ. നമ്മളിങ്ങനെ കൊടുക്കാറില്ലേ, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്നൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ. യെസ്, അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് റൈറ്റ് എനി 3 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് യൂസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത പേപ്പേഴ്സ് വളരെ അപൂർവമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് വൺ അലേർട്ട് ആണ്. നമുക്കൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ നമുക്കൊരു മെസ്സേജ് ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും അലേർട്ട്. അലേർട്ട് എന്ന് പറഞ്ഞൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ ഈസ് നാൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ജാവാസ്ക്രിപ്റ്റ് കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റലിൽ കൊടുക്കുന്നത് ക്യാപിറ്റലിൽ തന്നെ കൊടുക്കണം, സ്മോളിൽ കൊടുക്കേണ്ടത് സ്മോളിൽ തന്നെ കൊടുക്കണം. ഈസ് നാനില് 2 Nകൾ ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ എന്തിനാണ്? നമുക്ക് നമ്പർ ആണോ അല്ലേ, ഈസ് നോട്ട് എ നമ്പർ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ട്രൂ കാണിക്കും, നമ്പർ ആണെങ്കിൽ എസ് എന്ന് കാണിക്കും. ഓക്കെ, യെസ്, ഫോൾസ് ഇഫ് ദ ആർഗ്യുമെന്റ് ഇസ് എ ന്യൂമറിക് ഡാറ്റ. ഒരു നമ്പർ ആണെങ്കിൽ അത് ഫോൾസ് കാണിക്കും, നമ്പർ അല്ലെങ്കിൽ ട്രൂ കാണിക്കും. ഓക്കെ, പിന്നെ ടു അപ്പർ കേസ്. നമുക്ക് കൊടുത്തിട്ടുള്ളതിനെ മൊത്തം ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റുന്നെങ്കിൽ അതിന് നമ്മൾ ടു അപ്പർ കേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുക. ഇനി നേരെ ഓപ്പോസിറ്റ്, നമുക്ക് കൊടുത്തിട്ടുള്ള എല്ലാത്തിനും സ്മോൾ ലെറ്ററിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ടു ലോവർ കേസ്. ഓക്കെ, ഇനി അടുത്തതാണ് ക്യാർ അറ്റ്. ക്യാർ അറ്റിലെ എ എന്താണ്? എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ക്യാർ അറ്റ് എന്നുള്ളതിൽ എ ക്യാപിറ്റൽ ആണ്. അവിടെ നമുക്ക് ക്യാരക്ടറിന്റെ പൊസിഷൻ, ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടാവും, അതിന്റെ പൊസിഷൻ എവിടെയാണ് എന്ന് കാണിച്ചു തരാനാണ്. ഇനി ലെങ്ത് കാണാൻ നമുക്കൊരു ഇത് തന്നിട്ട് നമ്മൾ STRLEN ഇല്ലേ, അതേപോലെ തന്നെ നമ്മുടെ എത്ര ലെങ്ത് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ? റൈറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. എന്താണ് ഈ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്ന് പറയുന്നത്?
നമ്മൾ .js എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യാണ് സ്ക്രിപ്റ്റ് കോഡ് മാത്രം. സ്ക്രിപ്റ്റ് ആർ പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് ഫയൽ. സ്ക്രിപ്റ്റ് കോഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു ഫയലായിട്ട് സേവ് ചെയ്യാണ്. സേവ്ഡ് വിത്ത് എക്സ്റ്റൻഷൻ .js എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിലാണ് നമ്മളത് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഈ കോഡ് തന്നെ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും HTML ഡോക്യുമെന്റിൽ ആവശ്യമുണ്ടെങ്കിൽ നേരെ അതിന് ഇതിലേക്ക് src കൊടുത്താൽ മാത്രം മതി, ലിങ്ക് ചെയ്താൽ മാത്രം മതി. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ ഈസി ടു റീഡ് ആൻഡ് മെയിൻറ്റെയിൻ ആണ്. അതേപോലെ തന്നെ പേജ് ലോഡിംഗ് ഒക്കെ സ്പീഡപ്പ് ചെയ്യും. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു കോഡ് മാത്രം വേറൊരു സെപ്പറേറ്റ് ഫയലായിട്ട് .js എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത്, how will you declare a variable in JavaScript? Give an example. എങ്ങനെയാണ് നമ്മളൊരു വാരിയബിളിനെ ജാവാസ്ക്രിപ്റ്റിൽ ഡിക്ലെയർ ചെയ്യുക? എങ്ങനെയാണ്? var എന്ന് പറഞ്ഞ കീവേഡ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ, var അല്ലെങ്കിൽ var എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് നമ്മുടെ വാരിയബിളിന്റെ പേര് എക്സോ വൈയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാരിയബിളിന്റെ പേര് കൊടുക്കുക, സെമി കോളൻ ഇട്ട് നമ്മൾ എൻഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് ടു ഇൻക്ലൂഡ് ജാവാസ്ക്രിപ്റ്റ് ഇൻ HTML? നമുക്ക് HTML-ൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് വേസിൽ നമുക്ക് ഈ HTML-ന്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റിനെ കൊടുക്കാൻ പറ്റും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് ഹെഡിന്റെ ഉള്ളിൽ കൊടുക്കാൻ വേണമെങ്കിൽ അല്ലേ, HTML കോഡ് HTML ഹെഡ് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കൊടുത്തതിൽ ഹെഡിന്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇൻസൈഡ് ഹെഡിന്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബോഡീൻ്റെ ഉള്ളിൽ കൊടുത്തൂടെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻസൈഡ് ബോഡി കൊടുക്കാൻ പറ്റും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ കൊടുക്കാം, ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് കൊടുക്കാം. .js എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ HTML-ന്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ കൊടുക്കാം, ഹെഡ് ഓപ്പണിംഗ് ക്ലോസിങ്ങിൻ്റെ ഇടയിൽ, ബോഡി ഓപ്പണിംഗ് ക്ലോസിൻ്റെ ഇടയിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് ഫയലായിട്ടും കൊടുക്കാം. ഓക്കെ, ഇനി ഇതാ മക്കളെ നമ്മുടെ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് വരുന്നതാണ്. അപ്പൊ ഈ 10th ക്വസ്റ്റ്യൻ, ടോപ്പ് 10-ലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. ഇവിടെ നമുക്ക് 3 ആൾക്കാരെ തന്നിട്ടുണ്ട്, 3 ABC ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലുള്ള ജാവാസ്ക്രിപ്റ്റ് ഡാറ്റ ടൈപ്പ് ഏതാണ് എന്നുള്ളത്, അതിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 2 എണ്ണം മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 3ാമത്തത് നിങ്ങൾ വേണം കമന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതാ ഫസ്റ്റ് വൺ, സൂപ്പർ കമ്പ്യൂട്ടർ. അത് കോഡ്സിന്റെ ഉള്ളിലാണ്. നമുക്കറിയാം നമ്പർ, സ്ട്രിംഗ്, ബൂലിയൻ, ഇങ്ങനെ 3 എണ്ണമായിട്ടാണുള്ളത് അല്ലെ. അപ്പൊ ഈ സൂപ്പർ കമ്പ്യൂട്ടർ എന്നുള്ളത് മിസ് പറയുന്നു അതെന്താണ്, അതൊരു സ്ട്രിംഗ് ആണ്. ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ്. ഇനി 67.5 പോയിന്റ് വന്നുകൊണ്ട് വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് ഉണ്ടോ? ഇല്ല. ഇതെന്താണ്? ഇതൊരു നമ്പർ ആണ് ഡാറ്റ ടൈപ്പ്. ഇനി ട്രൂ എന്ന് പറഞ്ഞിട്ട് കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഏതാ? നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, ബൂലിയൻ ആണോ സ്ട്രിംഗ് ആണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് ഏതാണെന്നുള്ളത് മിസ്സിൻ്റെ കുട്ടികൾ വേണം കമൻറ്റ് ചെയ്യാം. മിസ് ഒരു കാര്യം പറഞ്ഞു തരാം, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതൊക്കെ സ്ട്രിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ട്രൂ ഏതാണ് ഡാറ്റ ടൈപ്പ് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഇനി നമുക്ക് മാരത്തോൺ ലൈവുകളും അതേപോലെ ലൈവുകളൊക്കെ ഇനി അങ്ങോട്ട് വരും. അപ്പോൾ എല്ലാ ലൈവും മറക്കാതെ കറക്റ്റ് 7 PM നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.